നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ നമുക്ക് ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുത്ത ഉപദേശം ഒന്നും കൂടി ആലോചിക്കാം. അതിനെക്കുറിച്ച് ഒന്നും കൂടി പുനർചിന്തനം നടത്താം. ലക്ഷ്മണൻ ഭഗവാൻ ശ്രീരാമനോട് രാവണൻ്റെ നിഗ്രഹണത്തിന് ശേഷം പറയുകയാണ്, നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ എന്താണ്, ഈ ലങ്ക എത്ര സമൃദ്ധമാണ്, സമ്പന്നമാണ്, നമുക്ക് എന്തിനാണ് അയോധ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അപിച്ച സ്വർണ്ണമയീ ലങ്ക നമേ രോചതേ ലക്ഷ്മണ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ലക്ഷ്മണ, ഈ ലങ്ക സ്വർണ്ണമയാണ്, തീർച്ചയാണ്. പക്ഷേ എനിക്കതിലൊന്നും ഭ്രമമില്ല. കാരണം ജനനിയും ജന്മഭൂമി സ്വർഗത്തെക്കാളും വലുതാണെന്നാണ്. സ്വർഗത്തെക്കാളും നമ്മൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ സ്വർഗത്തിനപ്പുറം ലിബറേഷനിലെത്തുക, മർജറിലെത്തുക എന്നൊക്കെ ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാനോട് പറയാണ്, ജനനീ ജന്മഭൂമി അതിനേക്കാളും വലുതാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ശരിക്കും നമ്മുടെ രാജ്യത്തിനോട് സ്നേഹമുണ്ടോ? നമുക്ക് ദേശഭക്തി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗ്രീനർ പാസ്റ്റേഴ്സ് നോക്കിയിട്ട് രാജ്യം വിട്ടിട്ട് പോകുന്നത്? ഇവിടുത്തെ വിദ്യാഭ്യാസം ലഭിച്ചതിന് ശേഷം ഇവിടെ വളരെ ചീപ്പായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. പുറമേ താമസിക്കുന്ന ഇന്ത്യക്കാർ കൂടി മക്കളെ ഇന്ത്യയിലേക്ക് അയക്കുന്നു പഠിക്കാനായിട്ട്. കാരണം ഇവിടെ വിദ്യാഭ്യാസം ചീപ്പാണ്. മെഡിക്കൽ വിഭാഗമാണെങ്കിൽ ഇവിടുത്തെ പേഷ്യൻസൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, വളരെ സ്നേഹമുള്ളവരാണ്, ക്ഷമാശീലരാണ്. അപ്പോൾ അവരെ മുകളിൽ പഠിച്ച ശേഷം രാജ്യം വിട്ടു പോകണം. പിന്നെ രാജ്യം ഒന്നിനും കൊള്ളില്ല, ഇവിടെ ട്രാഫിക് ശരിയല്ല, റോഡ് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് രാജ്യം വിട്ടു പോവുക. അപ്പോൾ വേറെ എവിടെയോ ഒരു സന്തോഷം ഉണ്ട് എന്നുള്ള ചിന്തയല്ലേ ഇതിൻ്റെ കാരണം. നമ്മൾ സെറ്റിൽഡ് അല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നമ്മുടെ രാജ്യം അമ്മ ഏറ്റവും വലുതാണ്. വേറെ അമ്മമാരുണ്ടാവാം, ലോകസുന്ദരിമാരുണ്ടാവാം, അതുമാതിരി സമൃദ്ധമായ രാജ്യങ്ങളുണ്ടാവാം പുറമേ.
പക്ഷെ നമ്മുടെ വഴി നമ്മുടെ രാജ്യത്തിലൂടെയാണ്, നമ്മുടെ അമ്മയിലൂടെയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള സംതൃപ്തിയാണ് അത് കാണിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് അത് കാണിക്കുന്നത്. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ഓൺലി സിൻ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. കൃതജ്ഞത, നന്ദികേടാണ് ഒരേ ഒരു പാപം. നമ്മൾ തിരഞ്ഞെടുത്ത് വന്ന ഭൂമിയാണിത്. ജനിക്കാൻ തീരുമാനിച്ചു വന്നതാണ്. അപ്പോൾ ഇവിടെ ജനിച്ചിട്ട് ഈ മണ്ണാണ് നമ്മളെ വളർത്തുന്നത്. അപ്പോൾ ഇവിടെ തിരിച്ച് നമ്മൾക്ക് ലഭിച്ചത് ആ സ്നേഹം നമ്മൾ അതേപോലെ തന്നെ നൽകിയിട്ട് വേണം പോകാനായിട്ട്. ഇല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഈ രാജ്യം വിട്ട് പുറത്ത് പോകുന്ന ആൾക്കാർ പലരും പ്രായമാകുമ്പോൾ ഇന്ത്യയിൽ പലതരത്തിലും ഡൊണേഷൻ നടത്താറുണ്ട്. പഠിച്ച കോളേജിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രസ്റ്റിലേക്ക് പൈസ അയച്ചു കൊടുക്കും. പക്ഷെ അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആവില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഉദാരമായിട്ട് നൽകപ്പെട്ട ഈ സ്നേഹം നമ്മൾ നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി നൽകണം. മഹാത്മാഗാന്ധിജി സ്വരാജ് എന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ചു. സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് അല്ല, നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ഇൻഡിപെൻഡൻസ് അല്ല. സ്വരാജ്, എൻ്റെ ആത്മാവിൽ സംതൃപ്തി, അത് ഇവിടെയാണ്. സ്വർഗം, നരകം അല്ലെങ്കിൽ ബ്രൈറ്റർ വേൾഡ് വേറെ എവിടെയല്ല, ഇവിടെയാണ്, ഈ ഹൃദയത്തിലാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് സംതൃപ്തി ലഭിച്ചില്ലെങ്കിൽ നീ വേറെ എവിടെ പോയിട്ട് ലഭിക്കാനാണ്? ഈ നിമിഷം ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ തേടുന്ന സംതൃപ്തി തേടിയിട്ട് വേറെ എവിടേക്കും നമ്മൾ പോകും. ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോൾ പറയാറുണ്ട്, രണ്ട് തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, UBIയും FBI യും. UBI എന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ബോൺ ഇൻ ഇന്ത്യ. ഞങ്ങൾ ഇന്ത്യയിൽ ജനിച്ചു പോയി, കഷ്ടമായി. ഈ രാജ്യം എനിക്ക് പറ്റിയ രാജ്യമല്ല. പഠിക്കുമ്പോൾ തന്നെ തീരുമാനിക്കും ഞാനിത് കഴിഞ്ഞാൽ രാജ്യം വിട്ടു പോകും. FBI എന്ന് പറഞ്ഞാൽ ഫോർച്ചുനേറ്റ്ലി ബോൺ ഇൻ ഇന്ത്യ. ഞാൻ ഹാപ്പിയാണ്, എൻ്റെ രാജ്യത്തിൽ ജീവിക്കാൻ ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. വേറെ മാർഗ്ഗമൊന്നും ഇല്ലാതെ കൊണ്ടല്ല ഇവിടെ ജീവിക്കുന്നത്, എനിക്ക് ഇഷ്ടമായിട്ടാണ് ജീവിക്കേണ്ടത്. എൻ്റെ ഒരു അങ്കിൾ പറയാറുണ്ട്, ഗതികെട്ട് ചെയ്യരുതെന്നാണ് ഒരു കാര്യം. വേറെ ഒരു വഴിയില്ല, അതുകൊണ്ട് ഇവിടെ ജീവിക്കുക. അങ്ങനെയല്ല, എനിക്കിഷ്ടമാണ്. എനിക്ക് വേറെ ഒരു ഓപ്ഷൻ തന്നാലും എനിക്കത് സ്വീകാര്യമല്ല. ഞാൻ വേറെ രാജ്യത്തിലേക്ക് പോകാം, അവർക്ക് എൻ്റെ സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ, അവിടെ എൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. നമ്മൾ പിച്ചക്കാരെ പോലെ പോകരുത്, ധർമ്മക്കാരെ പോലെ പോകരുത്. ഇവിടെ ഇല്ലാത്തൊരു സന്തോഷം തേടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ അതൊരു ഭിക്ഷാടനം പോലെയല്ലേ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ നമ്മൾ സെക്കൻഡ് സിറ്റിസൺസാണ്. ഈ അടുത്ത് ഞാൻ കേൾക്കണ്ടായി, പല രാജ്യങ്ങളിലും കയ്യിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് വെക്കണതാണ്, എങ്കിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ പിടിക്കും, അറസ്റ്റ് ചെയ്യും. മഹാത്മാഗാന്ധിജി പണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ഇതിനെതിരെയാണ് സമരം ചെയ്തത്, എത്ര വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോൾ നമ്മൾ സ്വീകരിക്കണം, കാരണം പൈസ കിട്ടുന്നുണ്ട്. പൈസ കൊടുത്താൽ എല്ലാം ആക്സെപ്റ്റബിളായി മാറുകയാണ്. വല്ലാത്തൊരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വരാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ എക്സ്പ്രഷനാണെന്ന് എനിക്ക് തോന്നുന്നു. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്ത് ഹൃദയത്തിൽ ആ സന്തുലിതാവസ്ഥ അനുഭവിച്ച് കഴിഞ്ഞാൽ ആ സന്തുലിതാവസ്ഥ ജാഗ്രത അവസ്ഥയിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ അവിടെയാണ് എൻ്റെ റോള്. നൗ ഹിയർ. ഇതിനേക്കാളും നല്ലൊരു നിമിഷവുമില്ല, ഇതിനേക്കാളും നല്ലൊരു സ്ഥലവുമില്ല. ഇവിടെയാണ് ഞാൻ എൻ്റെ സർവീസസ് ഓഫർ ചെയ്യുന്നത്. ഇനി പ്രകൃതി നിശ്ചയിച്ചിട്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷെ അത് എൻ്റെ ആഗ്രഹപ്രകാരമാകുന്നത് ഈശ്വരൻ്റെ ഡയറക്ഷനാണ്, മാസ്റ്ററുടെ ഡയറക്ഷനാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത്രയും ആവശ്യമുള്ളപ്പോൾ, ഇത്രയും സേവനം ആവശ്യമാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രയോ പേഷ്യൻസ് ചികിത്സ കിട്ടാതെ അവിടെ വിഷമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടാൻ എത്രയോ അവസരങ്ങളുണ്ട്. ജീവിത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ഇതൊക്കെ ചെയ്യാൻ ഇത്രയും അവസരമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പ്രവർത്തിക്കാതെ ഇതൊക്കെ സുഭിക്ഷമായുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രം, സ്ഥാനത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡാണോ? അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ചൂണ്ടിക്കാണിച്ച ഈ ഒരു സത്യം, നമ്മൾ പറയുന്ന ഡിവൈൻ വേൾഡിലേക്കുള്ള വഴി, പാത, നമ്മൾ പാത്ത്സ് ഗോളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാത മാതൃരാജ്യത്തിലൂടെയാണ്, മാതാവിലൂടെയാണ്. എല്ലാവർക്കും ഓരോരുടെ മാതൃരാജ്യം വളരെ പ്രിയപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ മാതൃരാജ്യം വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇവിടെ ജീവിക്കണം. അപ്പോഴാണ് സ്വരാജ് എന്നുള്ള കോൺസെപ്റ്റ് മനോധൈര്യത്തോടെ സന്തോഷത്തോടുകൂടി സേവിക്കുമ്പോൾ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയുള്ള സൗകര്യം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് എൻ്റെ തൊട്ട അയൽക്കാർക്ക് ഞാൻ കൊടുക്കും. അവർക്ക് മാതൃകയായിട്ട് മാറും.
അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഈ പറഞ്ഞ മാതിരി സ്വർഗത്തെക്കാളും ഗംഭീരമാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് എത്തിച്ചേരും. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിവസത്തിൽ നമുക്കിത് സ്വയം തന്നെ തീരുമാനിച്ച് ഞാൻ എൻ്റെ ഈ മാതൃരാജ്യത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സ്നേഹവും ഞാൻ ഇവിടെ നൽകും, ഞാൻ അതിനുള്ളൊരു കോൺട്രിബ്യൂട്ടായിട്ട് മാറും എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.